നമസ്കാരം കൂട്ടുകാരെ. നമ്മുടെ ചെറുനാരകം കണ്ട അല്ല അടിപൊളിയായിട്ട് കൊലയായിട്ട് നാരങ്ങ അടയ്ക്കുന്നുണ്ടോ? കണ്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ വിശേഷങ്ങളാണിന്ന് പറയാൻ പോകുന്നത്. ഇത് നമ്മൾ നട്ടിരിക്കുന്നത് ഒരു 20 ലിറ്ററിൻ്റെ പെയിൻറ്റ് ബക്കറ്റിലാണ്. അപ്പോൾ ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് നിന്ന് ചെറിയൊരു തൈയായിരുന്നു. അത് നമ്മളിവിടെ കൊണ്ടുവന്ന് ഇതിനകത്ത് നമ്മൾ ഈ നന്നായിട്ട് ഹോളിട്ട ബക്കറ്റിൽ ആ ഹോള് നമ്മളിടുന്ന മണ്ണും വളങ്ങളും പോകാതിരിക്കാനായിട്ട് കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങൾ ഇതിനകത്ത് അടിയിൽ നിരത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടിവളമായിട്ട് ചാണകം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കപ്പലിൻ്റെ പിണ്ണാക്ക് ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് തൊണ്ടിൻ്റെ കഷ്ണം കൂടി നമ്മൾ ചെറുതായിട്ട് മുറിച്ച് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മളിതിൽ ഈ തൈ നട്ടത്. തൈ ഉഷാറായി നല്ല ആരോഗ്യത്തോടുകൂടി തൈ ഇത്ര എത്തി. അപ്പോൾ നമ്മളെ നാരങ്ങയുടെ ഒപ്പം തന്നെ നമ്മുടെ ഒരു ഓറഞ്ച് മരം ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഈ സെയിം മെത്തേഡിൽ തന്നെയാണ് വളങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലും ഇപ്പോൾ കാ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇതിൽ നിന്ന് കാ പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നാരകം, ഈ ഓറഞ്ചിനൊക്കെ നമ്മൾ ചെയ്യുന്നൊരു വേറൊരു വളക്കൂട്ട് കൂടി എന്ന് പറയുന്നത് നമ്മുടെ പഴത്തൊലി കപ്പലിൻ്റെ പിണ്ണാക്കുമായിട്ട് പുളിപ്പിച്ചിട്ട് ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അത് നേർപ്പിച്ചിട്ട് ഇലകളിലും തളിച്ച് കൊടുക്കാറുണ്ട്. അപ്പം ഈ രീതിയിലാണ് നമ്മളിതിങ്ങനെ സംരക്ഷിച്ച് കൊണ്ടുവരുന്നത്. ഏതായാലും ഇത്തവണ നമുക്ക് ധാരാളം നാരങ്ങ ഇതിനടുത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലൊരു നാരങ്ങ ഉള്ളത് നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മുടെ ഒരു സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ വന്നാൽ നമ്മുടെ വീട്ടിൽ ഈ ഒരു നാരങ്ങ നമുക്കൊരു വെള്ളം കലക്കി കൊടുക്കാനൊക്കെ എളുപ്പമല്ലേ. നമ്മൾ ടെറസിലോട്ട് ഓടി വരിക, ഒരു നാരങ്ങ പറിക്കുക, അവിടെ മിൻറ്റ് നിൽപ്പുണ്ട്, ഒരു മിൻറ്റ് കൂടി പറിച്ച് മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാൽ അടിപൊളി ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാം. ഇതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. പിന്നെ ഇതിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് NPK ലേശം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. 2 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു മാസം കൂടുമ്പോഴൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിനിപ്പം മെയിനായിട്ട് നമുക്കിപ്പോൾ ഇതിൽ ഈ ഇലകളിലൊരു അസുഖം വരുന്നുണ്ട്. ഇപ്പോൾ ഇല മഞ്ഞളിപ്പിൻ്റെ ഇത് കണ്ട് ഇതുപോലത്തെ ഒരു ചെറിയ പുഴുക്കുത്തുകളും ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ സാഫ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അടിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് മാറും. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ നേരത്താണ് ഇപ്പോൾ ഇത് ഈ ഡ്രമ്മിന് മുകളിൽ വെച്ചപ്പോഴാണ് ഇത് കണ്ടത്. ഇത് നമ്മൾ താഴെ ഇരിക്കുമായിരുന്നത്. ഇതിനകത്ത് നമ്മൾ ഏറ്റവും വലിയൊരു ഇത്രയും കാ കിട്ടാനുള്ളൊരു ഘടകം എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ വളം ചെയ്തിട്ട് ആയാലും നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഇത്രയും കാഫലം കിട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ ഒരു നാരങ്ങ ഉണ്ടായിരുന്നത് നമ്മൾ ഒരു തണൽ ഷെയ്ഡിലിരുന്നിട്ട് കിട്ടാൻ കുറവായിരുന്നു. ഇതിപ്പോൾ നമ്മൾ നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഇത് വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സൂര്യപ്രകാശം നേരിട്ടടിക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളം ചെയ്തില്ലേ പോലും ഇതിൻ്റെ കേസ് കെട്ടിൽ നിറയെ കാ കിട്ടും നമുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കാം.